ഇനി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ നിങ്ങളുടെ നാട്ടിൽ താമസിക്കുന്ന കുറച്ചു കാലമായി, ഒരു 8 മാസത്തോളം, ഒരു 6 മാസത്തോളമായി ഞാനിവിടെ താമസിക്കുന്നു. ചേലൂർ പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. അവിടെ ഒരു പള്ളി ദർസുണ്ട്, AP സുന്നികൾ നടത്തുന്ന ഒരു പള്ളി ദർസുണ്ട്. ഞാൻ മാനവികത ഉണർത്തുന്നവരോട് ഈ ബോർഡ്, ഈ പോസ്റ്റർ ഒട്ടിച്ചിട്ട് പള്ളി ദർസിലെ കുട്ടി വന്നിട്ട് എന്നെ വിളിക്കണേ നായിന്റെ മോനെന്നാണ്. ഇത് ഞാൻ ഇങ്ങനെ തന്നെ പറയാ നിങ്ങളോട്. ഏത് മാനവികത ഉണർത്തുക ഉസ്താദിന്റെ കേരള യാത്ര, ഈ ബോർഡ് ഒട്ടിച്ചിട്ട് ഈ പോസ്റ്റർ ഒട്ടിച്ചു വന്ന് തിരിച്ചു പോരുമ്പോ എന്നെ കാണുക, എടോ ബാല എന്നെ വിളിക്കുന്നത്. ഒറ്റ ദിവസമല്ല, ഒരു ദിവസമല്ല, ഫുൾ ടൈം. 5 നേരം നിസ്കരിക്കാൻ പോകുമ്പോ തോന്നിയ നായിയെന്നാണ് വിളിച്ചത്. ഇന്നലെ നടന്ന സംഭവമാണ് ഞാൻ പറയും. ആര് AP സുന്നികളിലെ സാധാരണക്കാരല്ല, നാട്ടുകാരല്ല. ആലോചിക്കണം. വെള്ള തുണിയുടുത്ത്, നരിയാണിയുടെ മേളയുടുത്ത്, വെള്ള ജുബ്ബയുടുത്ത്, തലയെക്കെട്ട് കെട്ടി പള്ളി ദർസിൽ കിതാബ് ഓതുന്ന മക്കള്. ആരാ അവരങ്ങനെ വളർത്തിയത്? ഞാൻ അവരോട് ചിരിക്കും. എന്നെ എന്നും തോന്നിയാസം വിളിക്കും, എന്നും. എന്നോട് പലരും ചോദിച്ചു. ഇന്നലെ ഞാനും എന്റെ ഭാര്യയും അതുവഴി കടന്നു പോകുമ്പോ വളരെ മോശമായി ആ കുട്ടികൾ പെരുമാറുന്നു എല്ലാ ദിവസവും. നിങ്ങൾ ആലോചിച്ചു, ഒരു പള്ളി, സംസ്കാരത്തിന്റെ കേന്ദ്രമായ ഒരു പള്ളി, റസൂലുള്ള വാർത്തെടുത്ത മസ്ജിദ്, ആ മസ്ജിദിൽ ഉസ്താദിന്റെ തിരുമുഖത്ത് നിന്ന് വിജ്ഞാനം പകരുന്ന കുട്ടികൾ, അടുത്ത തലമുറകളിലേക്ക് അത് പകർന്നു കൊടുക്കേണ്ടവർ. വേദനയോടുകൂടിയാണ് ഞാൻ പറയുന്നത്. ഇത് വിമർശിക്കല്ല, മറിച്ച് ആ കുട്ടികളെ ബോധവൽക്കരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളെ കണ്ടിട്ട് ഞാൻ ദയവ് ചെയ്ത് ഇവിടുത്തെ സുന്നി സമൂഹത്തോട്, നിങ്ങൾ പള്ളി ദർസിലെ കുട്ടികളെ കൊണ്ടാക്കരുത്. നിങ്ങൾ ഇത്തരം ആളുകൾ പഠിപ്പിക്കുന്നിടത്ത് നിങ്ങളുടെ മക്കളെ കൊണ്ടുപോകല്ലേ. സ്നേഹത്തോടു കൂടിയാ പറയുന്നത്. കാരണം ഞങ്ങൾക്കറിയോ, കഴിഞ്ഞ 5 ദിവസങ്ങൾക്കും ഉണ്ടായൊരു സംഭവം. 5 പിഞ്ചു പൈതങ്ങൾ സ്ഥിരമായി അവിടെ ചേലൂർ പ്രദേശത്ത് നിന്ന് സ്കൂൾ വിട്ട് ഇങ്ങനെ വരും. അസ്ർ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ അസ്സലാമു അലൈക്കും എന്ന പിഞ്ചു പൈതലിനോട്, അതിലേറ്റവും ചെറിയൊരു മോൻ, ഏറി വന്നാൽ 6 or 7 വയസ്സുണ്ടാവും, അവൻ തിരിഞ്ഞു നിന്നിട്ട് വിളിക്കുന്നു, ഓന്റെ ഒരു സലാം. ഇജ്ജ് പോയിട്ട് ബാലനോട് സലാം പറഞ്ഞടോ. മൊയ്തീൻ ചെയ്യണ കുറ്റം പറഞ്ഞവനല്ലേ ഈ ഓന്റെ ഒരു ഇളി. ആലോചിച്ച് നോക്ക്. ഞാൻ ഇതൊക്കെ ഇത്തരമുള്ള ചെറിയ പ്രായമുള്ള കുട്ടികളാണ് പള്ളി ദർസിലുള്ളത്. പള്ളി ദർസ് പഠിപ്പിക്കുന്ന 3 ഉസ്താദുമാർ എന്നോട് ഇതുപോലെ പെരുമാറിയാലോ. അതുകൊണ്ടായി നിങ്ങൾ ആലോചിച്ചോ, കുട്ടികളെ കാത്തു നിൽക്കുകയാണ്. എവിടെ? ഒറ്റ റോഡേ ഉള്ളൂ അങ്ങോട്ട് ചെലൂരിലേക്ക്. ആ പ്രവേശന കവാടത്തിൽ ഇന്നെ ചീത്ത പിടിക്കാൻ. ആലോചിക്കണം നിങ്ങൾ. അവരെ ഇനി നമ്മളോ മുജാഹിദുകളെ ചിന്തിച്ചു, നമ്മളൊരു ചെറിയൊരുത്തനെ കൊണ്ട് പറഞ്ഞാൽ ഈ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങുമെന്ന് നിങ്ങൾ പറയില്ലേ, പ്രസംഗമൊക്കെ നന്നായിരുന്നു, പക്ഷെ നിങ്ങളെ പറഞ്ഞത് ശരിയായില്ല. പക്ഷെ ഇവരുടെ കൂട്ടത്തിൽ പരസ്പരം തിരുത്താൻ ആരുമില്ല. നേതാവിനെ തിരുത്തുന്ന അനുയായില്ല, അനുയായിയെ തിരുത്തുന്ന നേതാവില്ല. ഖുർആനും സുന്നത്തിനെതിരെ ഞങ്ങൾ ചെയ്ത എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അമീർമാര്. ഇസ്ലാമിന്റെ സ്വഭാവത്ത് പറഞ്ഞു വാളുകൊണ്ടാ തിരുത്താൻ. ഇവിടെ തിരുത്താൻ ആളില്ല. ഏത് കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉസ്താദ്മാരെ മക്കളെ, സത്യത്തിൽ ആദർശ വിരോധികളോട് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനതല്ല കുട്ടികളെ എന്ന് പറഞ്ഞു കൊടുക്കാൻ. അലൈസ മിൻകും റജുലുർ റശീദ്. ഞാൻ ആയത്തിനെ ഉദ്ധരിക്കട്ടെ. അലൈസ മിൻകും, ഒരു മാന്യനായ ഒരൊറ്റ മനുഷ്യനെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പെറുക്കി ഞങ്ങൾ AP സുന്നിലുണ്ടോന്ന് അങ്ങനെ ചോദ്യം. അലൈസ മിൻകും റജുലുർ റശീദ്, വിവേകിയായ ബുദ്ധിയുള്ള നിങ്ങൾക്ക് മാർഗദർശനം നൽകാൻ പറ്റിയ ഒരു പക്വമതി നിങ്ങളുടെ കൂട്ടത്തിൽ, പണ്ഡിതന്മാരുടെ കൂട്ടത്തിലില്ല. നോക്കിയേ, ചേലൂര് വന്നിട്ടൊരു അഴ്സനി ക്ലിപ്പിംഗ് ഇട്ടിങ്ങനെ പ്രസംഗിക്കുക. ആ കൂട്ടത്തിൽ പറയാ, മുജാഹിദ് വാൽസിയന്റെ വീട് കണ്ടോളി, കൊട്ടാരാന്നത കണ്ടോളി. നാട്ടുകാരെ ചോദിച്ചാൽ അല്ല നമുക്ക് കാക്ക, ഞങ്ങൾ ഈ നാട്ടുകൂടെ പോകുന്നവരല്ലേ, ഞങ്ങൾ കണ്ടിട്ടില്ലേ വാൽസിയന്റെ വീട്? എന്റെ വീടിന്റെ മുറ്റത്ത് വന്നിട്ട് ക്ലിപ്പിംഗ് ഇടുക.